ആദരണീയനായ കാകപുരം ഉസ്താദ്, മറ്റ് സ്റ്റേജിൽ ഉപവിഷ്ടരായ പുരോഹിതന്മാരെ, രാഷ്ട്രീയ നേതാക്കളെ, അതുപോലെ ഉലമാക്കന്മാരെ, സഹോദരന്മാരെ, വാസ്തവത്തിൽ ഞാൻ ഒരു 50 വർഷമായി ഈ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിലെ പല പരിപാടികളിലും പങ്കെടുത്തിട്ടുണ്ട്. ഇത്രയധികം ജനങ്ങളുള്ള ഒരു പരിപാടി ഞാൻ ആദ്യമായി കാണുകയാണ്. എന്ന് മാത്രമല്ല, ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഇത് നിറഞ്ഞ് കവിഞ്ഞ് ഇരിക്കുന്നു. ഇത്ര ആളുകൾ വെളിയിലുമുണ്ടെന്നുള്ള കാര്യം ഇതിനകത്തിരിക്കുന്നവർക്ക് അറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് വാസ്തവത്തിൽ എന്തോ ഒരു വലിയ മാന്ത്രിക ശക്തി നമ്മുടെ ഉസ്താദിനുണ്ട് എന്നതിന്റെ തെളിവാണ്. ഞാൻ ഇന്ന് രാവിലെ പ്ലെയിൻ ഇറങ്ങി കുറച്ച് ആളുകൾ ഈ യോഗത്തിൽ സംബന്ധിക്കേണ്ടവർ ആ പ്ലെയിനിലുണ്ടായിരുന്നു. വന്നിറങ്ങുമ്പോൾ എന്തൊരു മഴയായിരുന്നെന്നറിയാമോ? ഞാൻ ധരിച്ചു ഇതാകെ ഇന്ന് കലങ്ങിപ്പോകുമെന്ന്. പക്ഷേ എന്താണ് ഉസ്താദ് ഇതിന് ചെയ്തത് എന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അതുകൂടി അന്വേഷണ വിധേയമാക്കണമെന്ന് ചിലർ പറയാനിടയുണ്ട് എന്ന് മാത്രമേ ഞാൻ പറയുന്നു. ഏതായാലും ഈ സമ്മേളനം ഒരു കാര്യം തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. മുസ്ലിം സമുദായത്തിൽ ഏറ്റവും ഉന്നതനായ നേതാവ് കാന്തപുരം ഉസ്താദാണ് എന്ന് തെളിയിക്കുന്ന സമ്മേളനമാണ് ഇവിടെ നടന്ന് കാണുന്നത്. ഇതിൽ അസൂയപ്പെട്ടിട്ടൊന്നും കാര്യമില്ല എന്ന് മാത്രം ഞാൻ നിങ്ങളോട് പറയട്ടെ. ഉസ്താദ് ചെയ്യുന്ന അത്രയില്ലെങ്കിൽ അതിന്റെ പകുതിയെങ്കിലും ജനസേവനം നടത്താൻ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. അങ്ങനെ ചെയ്താൽ ജനസേവനത്തിനുള്ള പിന്തുണയാണ് ഇവിടെ ലഭിച്ചതെന്നുള്ള കാര്യം നിങ്ങൾ കാണാം. ഞാൻ എന്റെ വാക്കുകൾ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. ഒരു കാര്യം ഞാൻ പറയട്ടെ. 17 ദിവസം കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ ഉഴുത് മറിച്ച് നല്ല മണ്ണ് പാകപ്പെടുത്തിയെടുത്ത് ഇന്ന് ഉസ്താദ് നല്ല വിളവുള്ള ഈ പറയുന്ന മാനവികത ഇവിടെ നട്ടിരിക്കുകയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇത് വളരും. ഇതിനെ നശിപ്പിക്കാൻ ഒരു കീടത്തിനും സാധ്യമല്ല എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം. കീടനാശിനി പ്രയോഗിക്കാതെ തന്നെ കീടം നശിക്കും. അതിന് യാതൊരു സംശയവുമില്ല. ഈ മാനവികത ഈ മണ്ണിൽ വളരും. കാരണം ആ നിൽക്കുന്നത് മുസ്ലിം പള്ളിയാണ്. അതിനെ തൊട്ട് കാണുന്നത് ഹൈന്ദവ ക്ഷേത്രമാണ്. അതിന്റെ മുമ്പിൽ കാണുന്നത് ഒരു ചർച്ചാണ്. ഇത് ഈ മൂന്നിന്റെയും സംഗമമാണ്. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷേ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം തെരഞ്ഞെടുത്തത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഏതായാലും ഒരു കാര്യം നിങ്ങൾ കാണണം. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജി ഇവിടെ ജീവിച്ചത്, ജീവിതകാലം മുഴുവൻ പ്രവർത്തിച്ചത് മാനവികീയതയ്ക്ക് വേണ്ടിയായിരുന്നു. അദ്ദേഹം അവസാനം മരണപ്പെടേണ്ടി വന്നത്, അദ്ദേഹത്തിന്റെ ജീവൻ ബലിയർപ്പിക്കപ്പെടേണ്ടി വന്നതും അതിനുവേണ്ടിയാണ് എന്നുള്ള കാര്യം നാം കാണണം. തീവ്രവാദം, അതുപോലെ വർഗീയവാദം, അതുപോലുള്ള വാദങ്ങളെല്ലാം തന്നെ ഈ മുസ്ലിമിന്റെ മാത്രമല്ല മനുഷ്യരാശിക്ക് തന്നെ ആപത്താണ് എന്നുള്ള കാര്യം നാം മനസ്സിലാക്കണം. ഞാൻ കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഏതായാലും മഹാത്മാഗാന്ധിജി ഉയർത്തിപ്പിടിച്ച ആ മുദ്രാവാക്യമാണ് ഇന്ന് നാം ഉയർത്തിപ്പിടിക്കേണ്ടത്. അതിന്റെ നേതൃത്വമാണ് ബഹുമാന്യനായ ഉസ്താദ് ഇന്ന് കേരളത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം. അതുകൊണ്ട് ഈ പറയുന്ന ഉസ്താദിന്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ വിധത്തിലുള്ള വിജയം ഞാൻ ആശംസിക്കുന്നു.
ഒരു കാര്യം എനിക്കറിയാം, മതവും രാഷ്ട്രീയവും രണ്ടാ. അത് രണ്ടായി തന്നെ കാണണം. ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകനാ. എന്റെ പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിച്ചാൽ ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയാണ്. മരിച്ചിട്ട് വല്ലതും കിട്ടണമെങ്കിൽ വേറെ നിങ്ങൾ ഏർപ്പാട് ചെയ്യണം. അതൊക്കെ ഉസ്താദും കൂട്ടരും ചെയ്യുന്നതാ. ഞങ്ങൾ ഇഹലോകത്തിലെ കാര്യത്തിന് ഇനി ഒരു രാഷ്ട്രീയ പാർട്ടിക്കും മരിച്ചു എന്നാൽ സ്വർഗം നൽകാനുള്ള അധികാരമൊന്നും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും ഒരു സമുദായ പ്രസ്ഥാനത്തിനും ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം. എന്ന് മാത്രമല്ല, ഈയിടെ എന്നെ പുറത്താക്കി ഇസ്ലാം മതത്തുനിന്ന്. ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല, ഒരു മതസംഘടന എന്നെ പുറത്താക്കി. ഞാൻ പണ്ടും അവരെ കൂടെ ഇല്ല, പിന്നെ ഇപ്പൊ പുറത്താക്കണ്ടേ? അവരെയൊന്നും ഞാൻ എന്നും ഒരു മുസ്ലിമാ. ഇസ്ലാം മതം എന്താണെന്ന് എനിക്കറിയാം. അവരൊന്നും എന്നെ പഠിപ്പിക്കേണ്ട. വേണമെങ്കിൽ അതുകൊണ്ട് എന്നെ ഇസ്ലാം മതത്തിൽ നിന്ന് പുറത്താക്കി 2 ആഴ്ച മുമ്പ്. എനിക്കത് മനസ്സിലായി. ഇങ്ങനെയൊക്കെ ഇസ്ലാം മതം കൊണ്ടുപോയാൽ എവിടെ പോയി നിൽക്കും? ഞാൻ ചോദിക്കട്ടോ. അതും ഞാൻ ആ സംഘടനന്റെ പേര് പറഞ്ഞപ്പോ ഈ സരസ് വഷളാക്കുന്നില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയുന്നു. ശാന്തി, സമാധാനം, മാനവികത ഇതൊക്കെ രാജ്യത്ത് വളർത്തലാണ് ഏതൊരു മനുഷ്യന്റെയും കടമ. അതിലേക്കാണ് ഉസ്താദിന്റെ പ്രവർത്തനം. അതുകൊണ്ട് ഞാൻ ഒന്ന് പറയുന്നു, ഈ സന്ദേശം മരണം വരെ മുറുകെ പിടിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ പ്രതിജ്ഞ അതാ. നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് അതാ. ആ പ്രതിജ്ഞയിൽ ഉറച്ചു നിന്നുകൊണ്ട് ജീവിതകാലം മുഴുവൻ പ്രവർത്തിക്കാൻ സാധിച്ചാൽ ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട, സ്വർഗം കിട്ടും എന്ന് ഞാൻ പറയുന്നില്ല. അത് പറയേണ്ടത് ഉസ്താദും കൂട്ടരൊക്കെയാണ്, അല്ലേ? പറഞ്ഞൂടെ? ഞാൻ രാഷ്ട്രീയമായിട്ട് പറയുകയാണെങ്കിൽ പറയും. നമുക്കിവിടെ ജീവിക്കാനൊക്കെ നല്ല സൗകര്യമായിരിക്കും. അത് മനുഷ്യന് വളരെ പ്രയോജനം ചെയ്യും. ആമുഖ പ്രസംഗം നടത്തിയ വ്യക്തി പറഞ്ഞതൊക്കെ വളരെ ഗൗരവമുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഇവിടെ പല മതപണ്ഡിതന്മാരും പുരോഹിതന്മാരൊക്കെ ഇരിക്കുന്നു. എല്ലാവർക്കും യോജിക്കാവുന്നൊരു മുദ്രാവാക്യമാണ് ഈ ഉസ്താദ് ഉയർത്തിയിട്ടുള്ളത്. ഈ മുദ്രാവാക്യം കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ഉയർത്തി പിടിക്കും അവസാനം വരെ എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ പ്രസ്ഥാനത്തിന് എല്ലാവിധത്തിലുള്ള വിജയം ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ഹിന്ദ്. ശ്രീ കെ മുരളീധരൻ MLA ബഹുമാന പുരസ്സരം ക്ഷണിക്കുന്നു.